ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ രാവിലെ വിചാരിച്ചു, രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം പിന്നെ മീൻ കിട്ടിയില്ല. അപ്പം ഉണക്കമീൻ നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കും. നമ്മുടെ വീടിന് കുറച്ച് അങ്ങോട്ട് മാറി ഒരു ഉണക്കമീനൊക്കെ ഉണക്കുന്ന വീടുണ്ട്. അപ്പോൾ അവിടെ ഉണക്കമീൻ ഉണക്കി വിൽക്കും. എന്നിട്ട് ഈ വണ്ടിയൊക്കെ വലിയ വണ്ടികളൊക്കെ വന്ന് അവർ കയറ്റി അയക്കുകയൊക്കെ ചെയ്യും. മീനും കൊഞ്ചും എല്ലാം ഉണ്ട്. അപ്പം നല്ല ലാഭത്തിലൊക്കെ ഉണക്കമീനൊക്കെ കിട്ടും. നമ്മൾ ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് മേടിച്ച് വെച്ചിരുന്നാൽ നമുക്കിതുപോലെ കറി വെക്കാനൊക്കെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചില 2-3 എടുത്ത് വറക്കുക. വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പുമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ട് വറുത്താൽ മതി. നല്ല അടിപൊളിയാണ്. സാമ്പാർ വെക്കേണ്ട അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നോക്കിയപ്പോൾ 2 ചൂര ഇരിപ്പുണ്ടായിരുന്നു. 2 ദിവസം ചൂര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം എടുത്തൊന്ന് വറുത്ത് ഉണക്കമീനും ചെറുതായിട്ട് കണ്ടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഉപ്പെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണക്കമീനെല്ലാം പറക്കിയിട്ട് പിന്നെ വറക്കാൻ വിചാരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ശേഷം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്, ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ കുറേ ഉപ്പ് ഇട്ടാൽ നേരം ഇടുമ്പോൾ കുറേ ഉപ്പങ്ങ് പോകും. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വറക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ്. അതെല്ലാം വറുത്ത് ചൂരയും വറുത്ത്. ഇപ്പോൾ എനിക്ക് തട്ടിക്കൂട്ടൊരു സാമ്പാർ വെച്ചായിരുന്നു. സാമ്പാറെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പച്ചക്കറികളൊന്നുമില്ല, അല്ലാതെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ച് തന്നെ ഒരു സാമ്പാർ. ഒരു ഓമയ്ക്കായും 2 തക്കാളിയും 3 കൊച്ചുള്ളിയും ഒരു വഴുതനങ്ങയും 2-3 പയറും ഒക്കെ ഇട്ട് അടിപൊളി സാമ്പാറല്ലേ. അങ്ങനെയൊക്കെ സാമ്പാർ വെച്ചാലാണ്. പച്ചക്കറിയൊക്കെ മേടിക്കുന്നതിൽ നല്ല ഇങ്ങനെയൊക്കെ ഒരു സാമ്പാർ വെച്ച് ചോറുന്നാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ദോശ തിന്നാനായാലും എല്ലാത്തിനും അടിപൊളിയായി അങ്ങനെ വെച്ചില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ച വിശേഷങ്ങൾ, ഉച്ച പരിപാടികൾ, കറികൾ. ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും. സാമ്പാർ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറിനാൻ. ഒരു പപ്പടവും സാമ്പാറും ഉണക്കമീനും ഉണ്ടെങ്കിൽ പച്ചമീൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് കഴിക്കുക. ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ ഉണക്കമീനൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ വാങ്ങിച്ച് വെള്ളത്തിലിട്ട് നല്ലോണം ഉപ്പ് കളയണം. കളഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താങ്ക് യു. ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ രാവിലെ വിചാരിച്ച്, രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം പിന്നെ മീൻ കിട്ടിയില്ല. അപ്പം ഉണക്കമീൻ നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കും. നമ്മുടെ വീടിന് കുറച്ച് അങ്ങോട്ട് മാറി ഒരു ഉണക്കമീനൊക്കെ ഉണക്കുന്ന വീടുണ്ട്. അപ്പോൾ അവിടെ ഉണക്കമീൻ ഉണക്കി വിൽക്കും. എന്നിട്ട് ഈ വണ്ടിയൊക്കെ വലിയ വണ്ടികളൊക്കെ വന്ന് അവർ കയറ്റി അയക്കുകയൊക്കെ ചെയ്യും. മീനും കൊഞ്ചും എല്ലാം ഉണ്ട്. അപ്പം നല്ല ലാഭത്തിലൊക്കെ ഉണക്കമീനൊക്കെ കിട്ടും. നമ്മൾ ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് മേടിച്ച് വെച്ചിരുന്നാൽ